വെൽക്കം ബാക്ക് ടു ഡേ ടു ഡേ ഇംഗ്ലീഷ്. ഡേ ടു ഡേ ഇംഗ്ലീഷിലൂടെ ഇന്ന് നമുക്ക് ING ഫോം ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. ING ഫോം നമ്മൾ സാധാരണയായിട്ട് വെർബിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, വെർബ് എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്ന പ്രവൃത്തികളെയാണ് വെർബ് എന്ന് പറയുന്നത്. അതായത് ഗോ, ഡു, റൈറ്റ്, പ്ലേ ഇവയെല്ലാം വെർബ്സ് ആണ്. ഇവയുടെ കൂടെയാണ് നമുക്ക് ING ഫോം യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഗോയിങ്, ഡൂയിങ്, റൈറ്റിംഗ്, പ്ലേയിങ് എന്നിങ്ങനെയൊക്കെ. ഈ സ്ട്രക്ചർ ഉപയോഗിച്ച് നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുവാൻ കഴിയും. അതായത് ഐ ആം ടീച്ചിങ് യു ഇംഗ്ലീഷ്. ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ആം ടീച്ചിങ് യു ഇംഗ്ലീഷ്. യു ആർ ലിസണിംഗ് ടു മൈ ക്ലാസ്. നിങ്ങൾ എന്റെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. യു ആർ ലിസണിംഗ് ടു മൈ ക്ലാസ്. നിങ്ങൾ എന്റെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരാശയം നമുക്ക് ഈ സ്ട്രക്ചറിലൂടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നില്ല എങ്കിലും ഇപ്പോൾ നിലവിലുള്ള പ്രവൃത്തികളും നമുക്ക് ഇവ ഉപയോഗിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, എന്നോട് ഒരു സുഹൃത്ത് ചോദിക്കുക, നിന്റെ സിസ്റ്റർ എന്തെടുക്കുക? ഞാൻ ആൻസർ പറയും, ഷീ ഈസ് ടീച്ചിങ് ഇൻ എ സ്കൂൾ. അവൾ ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അവൾ ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയാണ് എന്ന് ഞാൻ പറയും. ഏത് അവധി ദിവസത്തിൽ ചോദിച്ചാലും രാത്രിയിൽ ചോദിച്ചാലും ഞാൻ ഒരേ ഒരു ആൻസർ കൊടുക്കുകയാണ്, ഷീ ഈസ് ടീച്ചിങ് ഇൻ എ സ്കൂൾ. അതായത് ഈ പറയുന്ന സമയത്ത് നടക്കുന്നില്ലെങ്കിലും ഇപ്പോൾ നിലവിലുള്ള ഒരു കാര്യമാണ്. കൂടുതൽ എക്സാമ്പിൾസിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഉടനെ തന്നെ നടക്കാൻ പോകുന്ന അല്ലെ ഭാവി കാര്യങ്ങളും നമ്മൾ ഈ സ്ട്രക്ചർ ഉപയോഗിച്ച് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് ഗോയിങ് ടുമോറോ. അവൾ നാളെ പോവുകയാണ്. അവൾ നാളെ പോവുകയാണ്. ഷീ ഈസ് ഗോയിങ് ടുമോറോ. മനസ്സിലായോ? ഇനി നമുക്ക് സെന്റൻസുകളിലേക്ക് പോകാം. അവർ ഇംഗ്ലീഷ് സംസാരിക്കുകയാണ്. അതെങ്ങനെ പറയാം? ദേ ആർ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ദേ ആർ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. നീ സ്കൂളിൽ പോവുകയാണോ? ആർ യു ഗോയിങ് ടു സ്കൂൾ? ആർ യു ഗോയിങ് ടു സ്കൂൾ? ആർ യു ഗോയിങ് ടു സ്കൂൾ? അവർ ഉറങ്ങിയാണോ? ആർ ദേ സ്ലീപ്പിംഗ്? ആർ ദേ സ്ലീപ്പിംഗ്? നീ എപ്പോഴാണ് വീട്ടിൽ പോകുന്നത്? When are you going home? When are you going home? When are you going home? അവൻ എന്നെ കാത്തിരിക്കുകയാണ്. He is waiting for me. അവൻ എന്നെ കാത്തിരിക്കുകയാണ്. He is waiting for me. He is waiting for me. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? What are you doing? What are you doing? What are you doing? അവൻ നാളെ വരുന്നു, അല്ലെങ്കിൽ അവൻ നാളെ വരികയാണ്. He is coming tomorrow. He is coming tomorrow. ഞാൻ എവിടെയും പോകുന്നില്ല. ഐ ആം നോട്ട് ഗോയിങ് എനിവെയർ. ഐ ആം നോട്ട് ഗോയിങ് എനിവെയർ. എങ്ങനെയുണ്ട്? ഈസി അല്ലേ? നാം ഓൾറെഡി ആം, ഈസ്, ആർ ഇവയുടെ ഉപയോഗങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഡേ ടു ഡേ ഇംഗ്ലീഷിലൂടെയുള്ള ആദ്യത്തെ വീഡിയോയിൽ തുടങ്ങി ഇതുവരെയുള്ളതായ എല്ലാ പ്രയോഗങ്ങളും ആശയങ്ങളും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നന്നായി ഉറക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഇംഗ്ലീഷ് എന്ന ഭാഷയെ നമുക്ക് വികസിപ്പിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ. Practicing English sentences. Practice is the key to success. Practice is the key to success. ഇന്ന് നമുക്ക് ING ഫോം ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നുമല്ലേ? നാം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതാണല്ലോ ING ഫോം എന്ന്. പക്ഷെ സംശയം വേണ്ട കേട്ടോ. ആ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്രിയകളെ അല്ലെങ്കിൽ പ്രവൃത്തികളെ വേർബ്സിന്റെ കൂടെ ING ഫോം ഉപയോഗിച്ചാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഓർമ്മയില്ലേ? ഫോർ എക്സാമ്പിൾ, ഐ ആം ടീച്ചിങ് യു ഇംഗ്ലീഷ്. ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. യു ആർ ലിസണിംഗ് ടു മൈ ക്ലാസ്. നിങ്ങൾ എന്റെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓർമ്മ വരുന്നില്ലേ? എന്നാൽ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയായിരുന്നു എന്നുള്ളത് പഠിക്കാം. അതായത് പഠിപ്പിക്കുകയായിരുന്നു, കാണുകയായിരുന്നു, ഉറങ്ങുകയായിരുന്നു എന്നൊക്കെ പറയുവാൻ വേണ്ടി നമുക്ക് വേർബിന്റെ കൂടെ ING ഫോം ഉപയോഗിച്ച് ഇന്ന് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ഓൾറെഡി അറിയാം വേർബ് എന്താണെന്ന്. ക്രിയകളെ അല്ലെ പ്രവൃത്തികളാണ് വേർബ്സ് എന്ന് പറയുന്നത്. അതായത് റൈറ്റ്, റീഡ്, റൺ. ഓർമ്മയില്ലേ? ഇവയുടെ കൂടെ ING ഉപയോഗിച്ച് ഗോയിങ്, ഡൂയിങ്, റൈറ്റിംഗ്, പ്ലേയിങ് എന്നൊക്കെ ഉപയോഗിച്ച് ഇന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പോകാം നമ്മുടെ സെന്റൻസിലേക്ക്. ഇതിനു മുമ്പായിട്ട് നാം പഠിച്ചു കഴിഞ്ഞിരുന്ന വാസ്, വേർ എന്നതിന്റെ പ്രയോഗം നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. വീഡിയോ ഒന്നും കൂടെ പോയി കാണുന്നത് നന്നായിരിക്കും കേട്ടോ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഓർ കമന്റ് ചെയ്ത് എന്നെ അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്ത് ഡേ ടു ഡേ ഇംഗ്ലീഷ് ചാനലിനെ സപ്പോർട്ടും ചെയ്യുമല്ലോ. നമുക്ക് സെന്റൻസുകൾ നോക്കാം. അവൾ ഉറങ്ങുകയായിരുന്നു. അവൾ ഉറങ്ങുകയായിരുന്നു. She was sleeping. She was sleeping. She was sleeping. ഞാൻ ഉച്ചഭക്ഷണം കഴിക്കുകയായിരുന്നു. I was having my lunch. I was having my lunch. I was having my lunch. അവർ സംസാരിക്കുകയായിരുന്നു. They were talking. They were talking. They were talking. ഞങ്ങൾ TV കാണുകയായിരുന്നു. അതെങ്ങനെ പറയാം? We were watching TV. We were watching TV. നീ എന്ത് ചെയ്യുകയായിരുന്നു? What were you doing? What were you doing? What were you doing? ഞാൻ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. I was doing homework. I was doing homework. I was doing homework. ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോസ്റ്റ്മാൻ വന്നു. ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോസ്റ്റ്മാൻ വന്നു. While we were watching the TV, the postman came. While we were watching the TV, the postman came. ബെല്ലടിക്കുമ്പോൾ ഞങ്ങൾ കളിക്കുകയായിരുന്നു. We were playing when the bell rang. We were playing when the bell rang. We were playing when the bell rang. ഞാൻ കാണുമ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. When I saw him, he was sleeping. When I saw him, he was sleeping. When I saw him, he was sleeping. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ശ്രദ്ധിക്കുകയായിരുന്നു. While I was talking, she was listening. While I was talking, she was listening. While I was talking, she was listening. ഇന്നലെ ഈ സമയത്ത് മഴ പെയ്യുകയായിരുന്നു. It was raining this time yesterday. It was raining this time yesterday. നീ ഉച്ചയ്ക്ക് ഉറങ്ങുകയായിരുന്നോ? Were you sleeping at noon? Were you sleeping at noon? Were you sleeping at noon? അവൻ കാർ ഓടിക്കുകയായിരുന്നോ? Was he driving the car? Was he driving the car? Was he driving the car? ഇന്നലെ രാവിലെ മുഴുവൻ ഞാൻ പഠിക്കുകയായിരുന്നു. I was studying all morning yesterday. I was studying all morning yesterday. I was studying all morning yesterday. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈറ്റ് പോയി. The light went out while I was reading. The light went out while I was reading. The light went out while I was reading. ആരാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്? Who was doing it? Who was doing it? Who was doing it? എങ്ങനെയാണ് അത് പ്രവർത്തിച്ചിരുന്നത്? എങ്ങനെയാണ് അത് പ്രവർത്തിച്ചിരുന്നത്? How was it working? How was it working? നീ എവിടെ പോകുകയായിരുന്നു? നീ എവിടെ പോകുകയായിരുന്നു? Where were you going? നീ എവിടെ പോകുകയായിരുന്നു? Where were you going? Where were you going? Where were you going? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഉറക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ സെന്റൻസുകളുമായി കാണാം നെക്സ്റ്റ് വീഡിയോയിൽ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.